നമസ്കാരം. ഫോളോ അപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കൊതുകുകളുടെ ചോര കുടിക്കുന്ന ഒരു വർഗ്ഗത്തെക്കുറിച്ചാണ്. കൊതുകുകളുടെ ചോര കുടിക്കുന്ന ഈ വർഗ്ഗത്തിൽ യഥാർത്ഥ കൊതുകുകൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരാണ്. ഈ കൊതുകുകളുടെ ചോര കുടിക്കുന്നവരാകട്ടെ ഈ പ്രധാന രാഷ്ട്രീയ നേതാക്കന്മാരെ ചുറ്റിപ്പറ്റി നിന്ന് കാര്യം നടത്തുന്ന കുറച്ച് ആൾക്കാരെ പറ്റിയാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഫോട്ടോകൾ കാണിച്ചു തരാം. മിക്കവാറും എല്ലാ ഫോട്ടോകളും തന്നെ ഏതെങ്കിലുമൊക്കെ പ്രസ് കോൺഫറൻസുകളിൽ നമ്മൾ നേതാക്കന്മാർ സംസാരിക്കുന്ന രംഗങ്ങളാണ്. അതല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ യാത്രകളുടെ ഇടയ്ക്ക് ആരെങ്കിലും പത്രപ്രവർത്തകരെല്ലാവരും വന്ന് അവരോട് ചോദ്യം ചോദിക്കുന്ന രംഗങ്ങളാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ചോദ്യങ്ങളെല്ലാം പോകുന്നത് ഈ പ്രധാന രാഷ്ട്രീയ നേതാവിനോടായിരിക്കും. അവരായിരിക്കും ഉത്തരങ്ങളൊക്കെ കൊടുക്കുന്നത്. നമ്മൾ അവരെയല്ല ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഇവരുടെ ഒരുപാട് പത്രസമ്മേളനങ്ങളും വായ്ത്താരുകളും കേട്ടിട്ടുള്ളതാണ്. നമുക്ക് ഇത്തവണ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഒഴിവാക്കി നിർത്താം. പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാർ നമ്മൾ നോക്കേണ്ടത് ആ പ്രധാന രാഷ്ട്രീയക്കാരൻ്റെ ഇരുവശങ്ങളിലോ മുമ്പിലും പുറകിലോ ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെയാണ്. അവരെ മാത്രം ശ്രദ്ധിക്കുക. ആ വീഡിയോയിൽ ആ ഒരു ഫ്രെയിമിൽ വരാൻ വേണ്ടിയിട്ട് അവർ കിടന്ന് കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഓരോ പിക്ചറിനും ഓരോ കഥ പറയാനുണ്ട്. ഇവരുടെ കൂടെ ഒന്ന് നിന്ന് ആ ഫോട്ടോയിലൊന്ന് മുഖം പതിഞ്ഞാൽ അടുത്ത ദിവസം പത്രത്തിൽ അവരുടെയും പിക്ചർ വരുമെന്നുള്ളതാണോ ഒരുപക്ഷെ ഇവരുടെ ചിന്ത? അതല്ലെങ്കിൽ ഈ വാർത്ത ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ ടി വിയിൽ എൻ്റെ പിക്ചർ കാണും എന്നുള്ളതാണോ ഇവരുടെ ഒരു പ്രതീക്ഷ? നമ്മൾ ഒരു പ്രസ് കോൺഫറൻസിൽ ഒരു നേതാവിൻ്റെ സംസാരം കേൾക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്കും നിങ്ങൾക്കും വേണ്ടത് ആ നേതാവിൻ്റെ വായിൽ നിന്ന് വീഴുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനാണ്. അവിടെ നമ്മൾ കാണുന്നത് പൊതുവെ ഒരു ആൾക്കൂട്ടമാണ്. ഒരുപാട് ജനങ്ങൾ ഇങ്ങനെ ചുറ്റും നിന്ന് ബുദ്ധിമുട്ടി തല ഇങ്ങനെ കൊണ്ട് കുത്തി നിർത്തുന്ന ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത്. ശരിക്കും ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വ്യക്തിത്വം വേണ്ടേ? നിങ്ങളിങ്ങനെ ഒരു നേതാവിൻ്റെ കൂടെ ഒട്ടി നിന്ന് ഒരു പിക്ചറിൽ അല്ലെങ്കിൽ ടി വിയിൽ വരുമ്പോഴാണോ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിത്വം ഉണ്ടാകുന്നത്? ഇങ്ങനെ നിൽക്കുന്നത് വളരെ ഒരു ചീപ്പായിട്ടുള്ള കാര്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ? ഈ ഒരു വിഷയം ചർച്ച ചെയ്യാൻ കാരണം ഇങ്ങനെയെങ്കിലും നിങ്ങളിതൊന്ന് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഒരാൾ മൈക്രോഫോണിൽ കൂടി സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇരുവശത്തും നിന്ന് നിങ്ങളുടെ മുഖം കാണിക്കാൻ നിങ്ങൾ കാണിക്കുന്ന ആ ഒരു തത്രപ്പാട് കാണുമ്പോൾ ഞങ്ങൾക്ക് ശരിക്കും നിങ്ങളോട് പുച്ഛമാണ് തോന്നുന്നത്. ഇനി നമ്മൾ കുറച്ച് വീഡിയോകളാണ് കാണാൻ പോകുന്നത്. ആദ്യമായിട്ട് KC വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും കൂടെയുള്ള ഒരു രംഗമാണ്. ഇതുവരെ നിങ്ങൾ കൊടിക്കുന്നിൽ സുരേഷിനെ എവിടെയും കാണുന്നില്ലല്ലോ. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന അറിഞ്ഞ് അദ്ദേഹം പയ്യെ മൂക്കൊക്കെ ചൊറിഞ്ഞ് പുറകിൽ നിന്ന് ഇങ്ങനെ പയ്യെ ഉന്തിത്തള്ളി മുൻപിലേക്ക് വന്നിരിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ഒന്നും അറിയാത്ത പോലെ ഈ ഫ്രെയിമിൽ മുഖം കൊടുക്കുകയാണ്. ഇനി കുറച്ച് ഒരു വളിച്ച ചിരിയും ചിരിച്ച് മുഖത്ത് എന്തൊക്കെയോ കോപ്രായവും കാണിച്ചുകൊണ്ട് ഇങ്ങനെ വന്ന് നിൽക്കേണ്ട ഒരു കാര്യം അദ്ദേഹത്തിനില്ല. അതൊരു ശീലമായിപ്പോയി. ഇനി അടുത്തതായിട്ട് നമുക്ക് കാണുന്നത് രാജീവ് ചന്ദ്രശേഖർ എവിടെയോ പത്രക്കാരെ കാണുന്നതാണ്. ഈ രാജീവ് ചന്ദ്രശേഖറിൻ്റെ തൊട്ടടുത്ത് ഉടുപ്പിൽ മുട്ടി മുമ്പിലും പുറകിലുമായിട്ട് കുറച്ച് ചെറിയ കൊതുകുകളെ കാണാമല്ലേ? ഇവരുടെ ഒന്നും പേരുകൾ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ, ക്ഷമിക്കണം. പക്ഷേ മുഖം കണ്ടാൽ അറിയാം എല്ലാം നല്ല ഒന്നാന്തരം കൊതുകുകളാണെന്ന്. മുട്ടി ഒരുമി നിന്ന് ആ ഫ്രെയിമിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാട്. ഏറ്റവും രസകരമായിട്ടുള്ളത് ഇതാണ്. പ്രിയങ്ക ഗാന്ധി പത്രക്കാരെ കാണുന്നു. സിദ്ദിഖ് ഒന്നും അറിയാത്ത പോലെ പുറകിൽ നിന്ന് ഉന്തി ഇടിച്ച് കയറി ആ ഫ്രെയിമിൽ വന്ന് കയറുന്നതാണ്. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള ആ ഒരു ചളിപ്പ് നിറഞ്ഞ ആ ഒരു ചിരി കണ്ട. പുറകിലുള്ളവരെല്ലാം മാറ്റി അവിടെ വന്നങ്ങ് നിന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഒരു ഇളിഭ്യത നിറഞ്ഞ ഒരു ചിരി. പ്രിയങ്ക ഗാന്ധിയാണ് അദ്ദേഹത്തെ ഒന്നും നോക്കുന്നു പോലുമില്ല. കഷ്ടം.